പ്രിയ വിദ്യാർത്ഥികളെ, ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസ്സാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ റോൾ ഓഫ് ദ ഫാമിലി ഇൻ ഹെൽപ്പിംഗ് ദ ചൈൽഡ് ഓർ അഡോളസൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി. ഇതിന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല മറുനാട്ടിലും വളരെ ഏറെ ഉള്ള ഒരു വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ഒരുതരം പ്രോബ്ലമാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഇതിൽ ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രത്യേകിച്ച് അഡോളസൻസായ കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഏകദേശം 15ഓളം വീഡിയോസാണ് ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് ആക്ച്വലി ഇത് ലേണിംഗ് ഡിസബിലിറ്റി? പലപ്പോഴും ടീച്ചേഴ്സും പാരൻസും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പ്രോബ്ലമാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളത് ഈ കോഴ്സിന് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. പല കുട്ടികളിലും ലേണിംഗ് ഡിഫറൻസും ലേണിംഗ് ഡിസബിലിറ്റിയും ഉണ്ട്. പഠന പ്രശ്നങ്ങൾ, പഠന പിന്നാക്കാവസ്ഥ. പക്ഷേ പലപ്പോഴും ഒരു കുട്ടി മാത്സിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ടീച്ചേഴ്സും പറയും, പാരൻസും പറയും അവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ലേണിംഗ് ഡിസബിലിറ്റി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ലേണിംഗ് ഡിഫറൻസിന് പല കാരണങ്ങളുണ്ടാവാം. മടിയാവാം, താല്പര്യക്കുറവാവാം, ഫാമിലിയിലെ പ്രോബ്ലം ആവാം, കുട്ടിക്ക് നേരത്തെ ടീച്ചേഴ്സ് പഠിച്ചത് മനസ്സിലാവാത്തതാവാം. ഇതൊക്കെയാണ് ലേണിംഗ് ഡിഫറൻസ്, അതായത് പഠന പ്രശ്നങ്ങൾ. അത് വളരെ വ്യത്യസ്തമാണ് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂറോളജിക്കൽ പ്രോസസ്സാണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ബ്രെയിനിൽ എത്തിയതിന് ശേഷം അത് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥ, അതാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഇത് ഒരു ന്യൂറോളജി, പല കാരണങ്ങളുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാരണങ്ങൾ ഇവിടെ വെച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കാത്തതാണ്. ചില കുട്ടികൾ നിങ്ങൾക്കറിയാം, എല്ലാ ആക്ടിവിറ്റീസിലും കളിയിലാൽ IQ ഉണ്ടാവും. അവർക്ക് 100 മുതൽ 110 വരെയൊക്കെ IQ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇവർ കളിയിൽ വളരെ മുൻപന്തിയിലായിരിക്കും. ഒരു കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ വളരെ കൃത്യമായിട്ട് ചെയ്യും, എല്ലാറ്റിനും ഓക്കെ. പക്ഷേ പഠന കാര്യത്തിൽ മാത്രം ഇവർക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച് തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ പറയുന്ന ലേണിംഗ് ഡിസബിലിറ്റി. പഠനത്തിൽ മാത്രമാണ് ഈ പ്രോബ്ലം അവർക്കുള്ളത്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പഠന പിന്നോക്കാവസ്ഥ എന്നുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും, പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിപ്ലോമ എടുക്കുന്ന നിങ്ങൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കി ഇത് ടെസ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഏർലി ഇൻ്റർവെൻഷനിൽ ഇത് ഇല്ലാതാക്കി എടുക്കാൻ പറ്റും, ആർക്കൊക്കെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ പെഡഗോഗി എന്താണ്, ഇവിടെ എങ്ങനെ ബോധനശാസ്ത്രം ഉപയോഗിച്ച് ഇവരെ പഠിപ്പിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി ചെയ്യുന്ന വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, ഇതൊരു ടാസ്ക്കാണ്. സാധാരണ B.Ed കഴിയും പോലെ, TTC കഴിയും പോലെ, മോണ്ടിസോറി കഴിയും പോലെയല്ല. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുട്ടികൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് കുറേ രീതിയിലുണ്ട് ലേണിംഗ് ഡിസബിലിറ്റി. ഇത് കണ്ടെത്താനും ഇത് ടെസ്റ്റ് ചെയ്യാനും ഇതിന് റെമഡി കൊടുക്കാനും നിങ്ങൾ പഠിക്കുന്നതാണ് ഈ ഒരു ഡിപ്ലോമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് വളരെ സ്കോപ്പുള്ള ഒരു ഡിപ്ലോമയാണ്. പ്രത്യേകിച്ച് ഇന്ന് ടീച്ചേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഈ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഡിപ്ലോമ എടുത്ത, ഡിഗ്രി എടുത്ത, എഡ്യൂക്കേഷനുള്ള ആളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ആദ്യമേ
അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഒബ്സർവേഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെക്കുറിച്ചുകൂടി ഫലപ്രദമാക്കി മാറ്റണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതിന് വേറെയും ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കപ്പെടും. റിച്ചാർഡ് ഗോഡ്മാൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എവ്രി വൺ ടു ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലാൻഡ്മാർക്ക് വെസ്റ്റ് സ്പീക്കേഴ്സ് സീരീസ്. ലാൻഡ്മാർക്ക് വിഷൻ ടു ഡെഡിക്കേറ്റ്സ് ഇൻ ഡിസ്ലെക്സിയ ചൈൽഡ് ആൻഡ് ടു ഹെൽപ്പ് ദ ഡിസ്ലെക്സിയ കോപ്പ് വിത്ത് ഹെർ ഫാമിലി ഡിസാബിലിറ്റി. യഥാർത്ഥത്തിൽ ഈ ഒരു ലേണിംഗ് ഡിസാബിലിറ്റി എന്ന് പറയുന്നത് 3 രൂപത്തിലാണ് ഇപ്പം കാണുന്നത്. ഒന്ന് ഡിസ്ലെക്സിയ, വായിക്കുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് വായിക്കാൻ കഴിയാതെ ഗസ് ചെയ്ത് വായിക്കുക, തപ്പിത്തടഞ്ഞ് വായിക്കുക, അക്ഷരങ്ങൾ തിരിച്ചറിയാതിരിക്കുക, അങ്ങനെ വായനയിൽ അനുഭവപ്പെടുന്ന ലേണിംഗ് പ്രോബ്ലത്തിനാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിസ്ഗ്രാഫിയ, എഴുതുമ്പം വളഞ്ഞു പോവുക, അക്ഷരങ്ങൾ തിരിയാതിരിക്കുക, എഴുതുമ്പോൾ ലെജിബിൾ ഉണ്ടാകാതിരിക്കുക, വൃത്തിയില്ലാതിരിക്കുക, ഡിസോർഡർ ആവുക, ഇതാണ് ഡിസ്ലെക്സിയ. പിന്നെ ഉള്ളതാണ് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മാത്തമാറ്റിക്സ് പ്രോബ്ലമായിരിക്കുമ്പോൾ ഗുണിക്കുമ്പം കുറക്കുമ്പോൾ അക്ഷരങ്ങൾ 6 നിന്ന് 9 എന്ന് വായിച്ചു പോവുക, ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലങ്ങളുള്ളതാണ് ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ US period in 1914, if a child had trouble learning, they were put into one of 3 major categories. Those the children who were mentally retarded, MR, those the children who had emotional problems, those the children who were socially and culturally disadvantaged. The early in 1914, we began to recognize that there was a 4th group of the children who were having trouble learning because of the way their nerve system functioned. Initially, it was thought that the reason this group of children had trouble functioning was because their brain were damaged. Yet, these children look normal, so that the term applied the group of was minimal brain damage. Gradually, by the late in 1940, the early 1950, more and more evidence was presented that demonstrated to damage to the brain of these children. Instead, their extra difficult writing, so faculty of nerval function, so the name of the disorder was changed to the minimal brain dysfunction. By the early 16th, the people were confused about the minimal brain of dysfunction. When the National Institute of Health brought together what is called conscious conference, the summary of this research and included what was meant by the term, panel concluded the minimal brain dysfunction referred. So, ഇങ്ങനെ കുട്ടികൾക്ക് വന്ന ഡാമേജ്, ഈ ഡാമേജിലൂടെയാണ് ശരിക്കും ഈ ഒരു സിസ്റ്റം, ഈ ഒരു പ്രശ്നം ലേണിംഗ് ഫങ്ഷൻ ചെയ്യാതെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസസ്, കാരണങ്ങൾ, ദ സെക്കൻഡറി ബൈ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് ഫാമിലി പ്രോബ്ലം. ലെറ്റ് മീ ഗിവ് ദ എക്സാമ്പിൾ. എ ബോയ് ബിഗാൻ ടു സ്കൂൾ, he gradually fall behind academically and is keep it back. He is now year old and head taller than everyone else in this case. He is still now learning and began to feel bad about himself. He became totally discouraged and started misbehavior in the school. His teacher that called home telling the parent, your child is not doing this, your child is not doing that. His parent began to feel badly and become frustrated. As does the children in
100% predictable that there was two parents in this family. One will believe that this best way of the help the child to firm the strict, while other will be have that the best way to help the children in this understanding premise. അതായത് രക്ഷിതാക്കളിൽ പൊതുവെ കാണപ്പെടുന്ന കുട്ടികളെ പിന്നോക്കം പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് പകരം പ്രജുഡൈസ് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് കുട്ടിയെ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഫാമിലി എന്താണ് ഇത്തരം കുട്ടികളോടുള്ള സമീപന രീതി എന്ന വിഷയത്തിൽ വളരെ വ്യക്തമായൊരു നിലപാടുണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് ഒരു പക്ഷേ കേൾവി കുറവായിരിക്കാം, കാഴ്ച കുറവായിരിക്കാം, ഗ്രഹിക്കാനുള്ള കഴിവായിരിക്കാം. ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് പകരം പ്രജുഡൈസ് ചെയ്തുകൊണ്ട് നമ്മളെ കുട്ടികളെ കുറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുകയല്ല ചെയ്യേണ്ടത്. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഇത്തരം കുട്ടികളെ നമുക്കറിയാം, ഓരോ ക്ലാസ്സിലും 5% 10% ഏത് ഫെസിലിറ്റീസുള്ള സ്കൂളുകളിലും ഏത് എക്സ്പേർട്ടുള്ള സ്കൂളുകളിലും ഇത്തരം കുട്ടികളെ കാണും. അങ്ങനെയുള്ള ഒരു സൗകര്യവും സാഹചര്യവുമാണ് ഇന്നിപ്പോൾ ഉള്ളത്. കാരണം ഈ കുട്ടികൾക്ക് ശരിക്ക് ബർത്തിന് മുമ്പ് സംഭവിക്കുന്ന ഇമോഷണൽ പ്രോബ്ലംസുകളും ബർത്തിന് ശേഷം ഏർലി ഇൻ്റർവെൻഷൻ ഇവർക്ക് പറ്റുന്ന അപാകതകളും ഒക്കെ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് ഒബ്സർവേഷനിലൂടെയും കൗൺസിലിങ്ങുകളിലൂടെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസാബിലിറ്റി എന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ദിസ് ടൈം ടു റിയലൈസ് ദാറ്റ് ലേണിംഗ് ഡിസാബിലിറ്റി ആൻഡ് അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ഡിസോർഡർ, അതായത് ADHD. ചില കുട്ടികൾ പഠനത്തിൽ ഇരുന്ന് കിട്ടൂല. നമുക്കറിയാം, ഇവനൊന്ന് ഇരുന്ന് കിട്ടിയാൽ സ്കൂളിൽ നിന്നൊക്കെ കംപ്ലൈൻറ്റ് രക്ഷിതാക്കൾ പറയുന്നത് ചില കുട്ടികൾ ഒരു മിനിറ്റ് പോലും ഇരിക്കില്ല. അവർ ADHD ഉള്ള അറ്റൻഷൻ ഡെഫിഷ്യൻസി ഡിസോർഡറുള്ള കുട്ടികളാണ്. ടു സെപ്പറേറ്റ് പ്രോബ്ലംസ്. ദ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ലേണിംഗ് ഡിസാബിലിറ്റി വിൽ നോട്ട് കോർ ADHD. ദ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ADHD വിൽ നോട്ട് ട്രീറ്റ് ദ ലേണിംഗ് ഡിസാബിലിറ്റി. രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും വ്യത്യസ്ത രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന കുട്ടികളിൽ കാണുന്ന കേസുകളാണ്. എ പാരൻറ്റ് മേ കോൾ മീ and say, my child has ADHD. He was put a retail as he still can't read very well. The reason is that the reading problem related to a learning disability and is not helped with the medicine. അപ്പോൾ ഇത്തരം ADHD ഉള്ള കൗമാരക്കാരും അല്ലാത്തതുമായ കുട്ടികളെ എങ്ങനെ പാരൻസ്, ഫാമിലി എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. ദ പാരൻറ്റ് ഹെൽപ്പ് നോക്കാം. നൗ ലെറ്റ് മീ ബിക്കം മോർ സ്പെസിഫിക് വിത്ത് യു അബൌട്ട് വാട്ട് എ പാരൻറ്റ് ക്യാൻ ഡു ടു ഹെൽപ്പ്. എങ്ങനെ ഇത്തരം കുട്ടികളെ പാരൻസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദറ്റ് ലേണിംഗ് ഡിസാബിലിറ്റീസ് ആർ ലൈഫ് disability. Learning disabilities are not just school problem. The same learning disability that has interfere with reading, writing and arithmetic interfere with baseball, basketball, foursquare, jump, rope, settings, dinner table, getting dressed, keeping room neat, in short, with everything they have to can't take it. No? ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവർക്ക് ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും. My child can't read backward or read upside down, and that is why he goes to landmark. But you need not realize that his or her learning disability also explain why there are so many problems at home or with peer. Parent must bird their thinking and realize that their sons or daughter brain someone function differently. The second thing to keep mind is that learning disabilities are lifetime disability. The children with learning disability will become the adolescents with learning disability and will the adult with the learning disability. Person do not like hear this. They want to think that their child will outgrow. If they just give the child help for couples of years, so or she will get better.
I don't say that to make parents feel upset or depressed. I say it because the parents face reality. They have better chance to dealing with the reality. 40% of the children with learning disability inherit the disorder from the parents. അതായത് 40% കുട്ടികൾക്കും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ശരിക്കും പാരമ്പര്യമായിട്ടാണ് എന്ന ഒരു യാഥാർത്ഥ്യം പാരൻസ് മനസ്സിലാക്കുക. ഇറ്റ് റൺസ് ദ ഫാമിലീസ്. പാരൻസ് മേ ഹാവ് ദ സെയിം പ്രോബ്ലം. ദേ ടു മേ നീഡ് ഹെൽപ്പ്. പാരൻസിന് ആർക്കെങ്കിലും ഈ സെയിം പ്രോബ്ലം ഉള്ള ആളുകളും ആയിരിക്കാം. ദ പോയിന്റ് ഈസ് ദാറ്റ് വി ഗെറ്റ് ദി സ്റ്റുഡൻസ് ദാറ്റ് റൈറ്റ് ഹെൽപ്പ് ഇഫ് വി ഗിവ് ദം ടു റൈറ്റ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ്. ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഇവരുടെ സ്ട്രാറ്റജീസ്, ഇവർക്ക് ബേസിക് സ്കിൽസുകൾ പലപ്പോഴും തലച്ചോറിൽ ബ്രെയിനിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റാത്തത്. അപ്പം ശരിക്കും പിയാഷ പറഞ്ഞതുപോലെ ആക്ച്വലി കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യം, ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് അക്ഷരങ്ങൾ ബി എന്ന് എഴുതുമ്പോൾ ഡി എന്നാണ് വായിക്കുന്നത്, പരസ്പരം മാറുന്നു. അപ്പോൾ ഈ കുട്ടിയെ കറക്റ്റായിട്ട് അവൻ്റെ ബ്രെയിൻ്റെ അകത്ത് ബീൻ്റെ സ്ട്രോക്ക്, ബി എന്ന് എഴുതുമ്പോൾ ഒരു സ്ലീപ്പിംഗ് ലൈനും ഒരു കർവ് ലൈനുമാണ്, അത് വലത് സൈഡിലാണ് എന്ന് അവന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ നമ്മൾ കോൺക്രീറ്റ് ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കണം, അതവനെ ടച്ച് ചെയ്യിപ്പിക്കണം. അപ്പോൾ അവൻ്റെ ബ്രെയിനിൽ വോക്കിയും ബി ഇന്നതാണ്, ഡി ഇന്നതാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ കർവ്ഡ് ഷേപ്പ് വരുന്നത് എന്ന് കുറേ പ്രാവശ്യം ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടി ഓക്കെ ആയിട്ട് വരും. മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെയാണ്. 9 എഴുതുമ്പോൾ 6 നേരിപ്പോവും, 4 എഴുതുമ്പോൾ 2 നേരിപ്പോവും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലേക്ക് കോൺക്രീറ്റ് ആയിട്ട് അവതരിപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ. അത് വീട്ടിൽ നിന്ന് പാരൻസ് റീപ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ട് തന്നെ അവരെ എൻഗേജ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പേരൻസ് ചെയ്യുന്നത്. പിന്നെ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവരെ കൂടെ നിൽക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേരൻസ് ചെയ്യേണ്ടത്. അടുത്തത് നാച്ചർ ആൻഡ് സിംറ്റംസ് ഓഫ് ലേണിംഗ് ഡിസാബിലിറ്റി. ലേണിംഗ് ഡിസാബിലിറ്റിയുടെ അടയാളങ്ങളും അതിൻ്റെ സ്വഭാവവും നമുക്ക് നോക്കാം. I wanted to review what learning disabilities are, focusing on the reality that learning disabilities are not just a school disability but are life disability. The major theme is the expounded in this book. The Misunderstand Child's book written a parent and contain information about what parent can do to help their child in successful through the adolescence. Often, when I meet with parents who have children who have into the special education programs for a year, they show me very thick file. I will ask them to summarize the information for me. Can they give me a list of the child learning disability, and equally important, can they give me the list of the children abilities and strength? Most of the parent cannot. This information is critical. The job of the parent is to learn how to build on their children's strength rather than disability. Many of their weakness. The role of the special education program is built on the strength while helping the competencies and compensate for the overcome of this weakness. To do this, the parents must know their children learning disability as well as the learning difficulties. മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും കുട്ടികളുടെ സ്ട്രെങ്താണ് കണ്ടെത്തേണ്ടത്. സ്ട്രെങ്തിലൂടെയാണല്ലോ ഡിസാബിലിറ്റീസിനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിൻ്റെ നാച്ചറും അതിൻ്റെ സ്വഭാവവും കണ്ടുപിടിച്ച് മനസ്സിലാക്കി ശരിയാക്കി കൊണ്ടുവരികയാണ് വേണ്ടത്. നമ്മളെപ്പോഴും ഡിസാബിലിറ്റീസിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പറയുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതിനർത്ഥം. The convenient to break this type of possible learning disability down in the simple steps. The module uses the complete based on this module. This module is also indicated how to develop the student to overcome their difficulties and weakness. This is a very important thing. It is convenient to break. This first step is learning disability. To bring the information to brain and record, this is called input. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇൻപുട്ട് ബ്രെയിനിന് കൃത്യമായിട്ട് കറക്റ്റായിട്ട് അതിലെത്തിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇൻപുട്ട് ക്ലിയർ ആയിരിക്കണം. ഇൻപുട്ട് ക്ലിയർ ആകാത്തത് കൊണ്ടാണ്
റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കിട്ടാത്തത്, പകുതി വളഞ്ഞു പോകുന്നത്. ബി എന്ന അക്ഷരം എഴുതുമ്പോൾ കറക്റ്റായിട്ട് ബി എന്ത് എന്നുള്ള ഇൻപുട്ട് അവൻ്റെ ബ്രെയിനിൽ കറക്റ്റാണെങ്കിൽ അത് തന്നെ പ്രോസസ്സിലൂടെ തിരിച്ച് ബി തന്നെയായിരിക്കും, ഡി ആയിട്ട് വരില്ല. മാത്തമാറ്റിക്സിലായാലും എഴുത്തിലായാലും വായനയിലാണൊക്കെ. അപ്പോൾ ഇൻപുട്ട് ക്ലിയറൻസ് ആണ് ഈ നാച്ചുറലിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് ലേണിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് കോൺക്രീറ്റ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റ്. ദിസ് ഈസ് റെഫേഴ്സ് ടു ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനിലൂടെ, ഉദ്ഘാടനത്തിലൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കും. ദ തേർഡ് സ്റ്റെപ്പ് ആഫ്റ്റർ ഇൻപുട്ട് ദർ ഇൻ്റഗ്രേഷൻ ഈസ് ടു ഏബിൾ ടു സ്റ്റോർ ഇൻഫർമേഷൻ സോ ഇറ്റ് ക്യാൻ ബി റിസീവ്ഡ് അഗെയിൻ. ദിസ് ടേം ഈസ് മെമ്മറി. കറക്റ്റായിട്ട് കൊടുത്തിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, കറക്റ്റായിരിക്കണം. അതാണ് തേർഡ് സ്റ്റെപ്പ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ദിസ് ഇൻഫോർമേഷൻ ഇറ്റ് ബോട്ട് ഇൻ or integrated, made sense out of. A store is to get it the information out again called output. ഈ ഇൻഫർമേഷൻസൊക്കെ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് എടുത്ത് ഈ ഔട്ട്പുട്ടിൽ അതുപോലെ പുറത്തെടുക്കാൻ കഴിയണം. അവിടെ പറ്റുന്ന അബദ്ധമാണ് ലേണിംഗ് ഡിസാബിലിറ്റിയിലേക്ക് പോകും. ചില കുട്ടികൾ പെട്ടെന്ന് പറഞ്ഞതുപോലെ പഠിക്കും. ചില കുട്ടികൾ ഈ പ്രോസസ്സിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വരുന്നതാണ് നേരത്തെ. അത് ശരിയാക്കി എടുക്കുക എന്നാണ്, ഇൻപുട്ട് ശരിയാക്കി എടുക്കുക എന്നാണ്. ഇനി നമുക്ക് നോക്കേണ്ട ഇൻപുട്ടിൽ ഡിസാബിലിറ്റീസ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പ് പഠിച്ചു. ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുക, 2 എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെയാണ് അത് മെമ്മറൈസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ സം ചിൽഡ്രൻസ് ഹാവ് ട്രബിൾ ടു ബ്രിങ് ദ ഇൻഫർമേഷൻ ഇൻ യൂസിങ് ദർ ഐ. കാരണം ചിലപ്പോൾ കണ്ണ് കാണാതെ ചില കുട്ടികൾക്ക് പ്രോബ്ലം വരും ബോർഡുമ്പോൾ എഴുതുമ്പോൾ. ആൻഡ് റെക്കോർഡിങ് ഇറ്റ് പ്രോപ്പർലി. ചിലക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർലി. ടീച്ചേഴ്സിൻ്റെ സൗണ്ട്സ് കേൾക്കാത്തായിരിക്കാം, ബേക്കുള്ള കുട്ടികളായിരിക്കാം. ദേ ഹാവ് വിഷ്വൽ ഇൻപുട്ട് പ്രോബ്ലം. അപ്പോൾ വിഷ്വൽ ഇൻപുട്ട് പ്രോബ്ലം ഉണ്ടാകും ചില കുട്ടികൾക്ക്. അത് ലേണിംഗ് ഡിസാബിലിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട്. കാഴ്ചയിൽ ക്ലാസ്സിൽ എഴുതുന്നത് കൃത്യമായിട്ട് കാണാതിരിക്കുമ്പോൾ അവർ ഇൻപുട്സ് പോവുക റോങ് ആയിട്ടായിരിക്കും. അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുകയോ അങ്ങനെയായിരിക്കും. അതിന് പറയുന്ന പേരാണ് വിഷ്വൽ ഇൻപുട്ട് പ്രോബ്ലം. Some children have trouble bring information in using their ear. ചെവിക്ക് പ്രോബ്ലം ഉണ്ടാവും, കേൾവിക്ക് പ്രശ്നം ഉണ്ടാവും. റെക്കോർഡിംഗ് പ്രോപ്പർലി വി ക്യാൻ കോൾ ഓഡിറ്ററി ഇൻപുട്ട് പ്രോബ്ലം. അപ്പോൾ ഇവരെ നമ്മൾ വിളിക്കുന്നത് ഓഡിറ്ററി, അതായത് കേൾവിയിലുള്ള ഓഡിറ്ററി ഇൻപുട്ട് പ്രോബ്ലം എന്നാണ് ഇവരെ നമ്മൾ കൃത്യമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ഇൻപുട്ട് പ്രോബ്ലം ഉണ്ട്, ഓഡിറ്ററി ഇൻപുട്ട് പ്രോബ്ലം. സോ ദ ചിൽഡ്രൻ മേ ഹാവ് ടു മിക്സഡ് ഓഫ് ബോത്ത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇത് രണ്ടും ഉണ്ടാവും, വിഷ്വൽ ഉണ്ടാവും, ഓഡിറ്ററി ഉണ്ടാവും. ദ ടീച്ചർ ഈസ് റൈറ്റിംഗ് ഓൺ ദ ബാക്ക് ബോർഡ് വൈൽ ടോക്കിംഗ് ആൻഡ് സ്റ്റുഡൻറ്റ് കാൺട്ട് ഹാവ് ട്രബിൾ ബ്രിങ് ഇൻഫർമേഷൻ ഇൻ ബോത്ത് ത്രൂ ദിസ് ഐ ആൻഡ് ഇയർ. ദ സെയിം ടൈം ദ മേക്കിംഗ് ദ സെൻസ് ഈസ് റെക്കോർഡിംഗ് ഇറ്റ്. The term used for this central brain process of seeing or hearing, perceiving this word is perception. So the term we use distinguishes the central brain process of the recording something from outside onto the brain is perception. Some children will have visual perception problem, other may have the auditory perception problem. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ കറക്റ്റായിട്ട് അവൻ്റെ ബ്രെയിനിൽ ഇൻപുട്ട് ക്ലിയർ ആക്കാത്തത് കൊണ്ട് ഇവരെ നമ്മൾ വിളിക്കാൻ കഴിയുക കേൾവിയിലുള്ള പ്രശ്നം, വിഷ്വൽ കാഴ്ചയിലുള്ള പ്രശ്നം. ഈ ഒരു പെർസെപ്ഷൻസെ കുറിച്ചിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് വിശദീകരിക്കപ്പെടുന്നത്. ഇയർ പെർസെപ്ഷൻ പ്രോബ്ലം പറഞ്ഞു, ഐ പെർസെപ്ഷൻ പ്രോബ്ലവും പറഞ്ഞു. അപ്പോൾ ഇത് കൃത്യമായിട്ട് വിശദീകരിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവർക്ക് എന്താണ്, എങ്ങനെയാണ് ലേണിംഗ് ഡിസാബിലിറ്റിയിലേക്ക് പോയത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ലേണിംഗ് ഡിഫറൻറ്റും ലേണിംഗ് ഡിസാബിലിറ്റിയും രണ്ടാണ്. മറ്റേത് കുറേ പ്രോബ്ലംസ്, കുറേ ഫാമിലി താല്പര്യക്കുറവൊക്കെയാണ് ലേണിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ലേണിംഗ് ഡിസാബിലിറ്റി ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. ഒരു കുട്ടിയുടെ ബ്രെയിനിൻ്റെ അകത്ത് കിട്ടിയ ഇൻപുട്സുകളെ കറക്റ്റായിട്ട് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ നിരത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ഓഡിറ്ററി.
ഇൻപുട്ടിലുള്ള പ്രോബ്ലം. അതിൽ ഓഡിറ്ററി ഉണ്ട്, വിഷ്വലും ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ വിശദമാക്കി വിശദീകരിക്കപ്പെടും. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു തരും. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ലേണിംഗ് ഡിസാബിലിറ്റിയും അതിൻ്റെ കോസസും ഫാമിലി ചെയ്യേണ്ടതും പാരൻസ് ചെയ്യേണ്ടതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഈ കുട്ടികളെ നമ്മൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങളതിൻ്റെ ഓരോ കാരണങ്ങളും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമങ്ങളാണ് നടത്തേണ്ടത്. അത് നടത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. പ്രത്യേകിച്ച് ഇത്തരം കുട്ടികളെ നമ്മൾ ക്ലാസ് റൂമിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒബ്സർവേഷൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കുട്ടികളെ ഒബ്സർവ് ചെയ്യപ്പെടുമ്പോൾ ഇൻഡിവിജ്വൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതിന് അവരൊരു കേസ് സ്റ്റഡി നടത്തേണ്ടതുണ്ട്. കേസ് സ്റ്റഡി നമ്മൾ പ്രാക്ടിക്കൽ ഉണ്ട്. ഒരു കുട്ടീൻ്റെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ലേണിംഗ് പ്രോബ്ലം വന്നത്, ഈ കുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു, ഇവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു, ഫാമിലിയിൽ ഹെറിഡിറ്ററി ആയിട്ടുണ്ടോ, ഇവൻ പ്രഗ്നൻസി സമയത്ത് ഇവൻ്റെ മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതിന് ഇമോഷണലി ഇവരെ ബാധിച്ചിട്ടുണ്ടോ, ഇവന് കൃത്യമായിട്ട് പിന്നെ ഓരോ പ്രഗ്നൻസി ടൈമിലുള്ള ഓരോ ആഴ്ചയിലും ഇവൻ്റെ അല്ലെങ്കിൽ ഉമ്മയുടെ ഇതിൻ്റെ അമ്മയുടെ എല്ലാ സ്റ്റേജസുകളും കറക്റ്റായിട്ടുണ്ടോ, അതിന് കുറേ ഫിൽസ് ഫോംസ് ഉണ്ട്. ഈ കുട്ടി പിന്നെ 1 വയസ്സാകുമ്പോൾ എഴുന്നേറ്റ് നടന്നതെപ്പോഴാണ്, നിന്നതെപ്പോഴാണ്, കുമ്പിട്ടതെപ്പോഴാണ്, അതേപോലെ തന്നെ ഇവന് എന്തെങ്കിലും നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പ്രതികരിച്ചിട്ടുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തപ്പെടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തലുകൾ നടത്തപ്പെടണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓഡിറ്ററി പെർസെപ്ഷൻസും വിഷ്വൽ പെർസെപ്ഷൻസും നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ബേസിക് സ്കിൽസ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഈ ബേസിക് സ്കിൽസ് മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പത്തിൽ കഴിയുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ടാണ് പറയുന്നത്, ഓരോരുത്തരുടെ ഒബ്സർവേഷൻസുകളാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റ്. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റാണ് ഞാൻ പറയുന്നത്. അതാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയും നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇത് തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽസിലാണ് ഇതിന് പ്രാധാന്യമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്ത് ഒബ്സർവേഷനും കേസ് സ്റ്റഡിക്കും കുട്ടികളെ മനസ്സിലാക്കുന്നതിലും അവരുടെ ലേണിംഗ് ചെയ്യുന്നതിലും ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്നതിലുമുള്ള ശ്രദ്ധ നിങ്ങൾ കൊണ്ടുവരണമെന്നാണ് എനിക്കെൻ്റെ വിദ്യാർത്ഥിനികളോട് വളരെ നല്ല നിലയിൽ, അതോടൊപ്പം ഒരു ഒബ്സർവേഷൻ മൈൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനുള്ള ഒരു വഴിയായിരിക്കട്ടെ ഈ കോഴ്സ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനപ്പുറം നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അന്വേഷണങ്ങളും എന്ന് നിങ്ങൾക്ക് എന്നോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കൽ നിങ്ങൾ സ്കൂളിലും വരാം. ഇത്തരം കുട്ടികളെ ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടുമ്പോൾ അതൊരു ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ സക്സസ് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഒരു ചാലഞ്ച് രീതിയിൽ ഈ കുട്ടികളെ കാണണം. അല്ലാതെ ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ പാടില്ല. പോസിറ്റീവായി കണ്ടുകൊണ്ട് പോസിറ്റീവായി മനസ്സിലാക്കിക്കൊണ്ട് ഇവരോടുള്ള ഒരു സമീപന രീതികൾ നമ്മൾ ക്ലിയറാക്കി കൊണ്ടുവരണമെന്നാണ് എനിക്കെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. അതനുസരിച്ചിട്ടുള്ള പരിശ്രമങ്ങൾക്കുണ്ടാവട്ടെ. ആദ്യം തന്നെ അതിനുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.